Good morning, students. Good morning. How are you? Are you fine? എല്ലാവരും ടെക്സ്റ്റ് നോട്ട്ബുക്ക് ഒക്കെ എടുത്തോ? എങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇംഗ്ലീഷിന്റെ സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ തേർഡ് ചാപ്റ്റർ ആണ് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് നെൽസൺ മണ്ടേല അല്ലേ? നെൽസൺ മണ്ടേലയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താ നിങ്ങൾക്ക് അറിയാമോ നെൽസൺ മണ്ടേലയെ കുറിച്ച്? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ചാപ്റ്റർ. ഓക്കെ, പേജ് നമ്പർ 27ലാണ് നമുക്ക് വായിക്കാം. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നോ? ഫസ്റ്റ് പാരഗ്രാഫ്. I have cherished the ideal of a democratic and free society in which all persons live together in harmony and with equal opportunities. അപ്പോൾ എന്താണ് ആദ്യം തന്നെ നമ്മുടെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ എന്താണ് നെൽസൺ മണ്ടേലയുടെ ഒരു ഫേമസ് സ്പീച്ചിൽ നിന്നൊരു കുറച്ച് വാക്കുകളാണ് നമ്മൾ കേൾക്കുന്നത്. I have cherished the ideal of a democratic and free society in which all persons live together in harmony and with equal opportunities. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? I have cherished word meaning എന്താണ്? നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ന്യൂ വേർഡ് ആണ് cherished. എന്താ cherished word meaning? എന്താ cherished word meaning എന്താ നോക്കിയേ? protect and care for someone with love and affection. നമുക്ക് ലവ് അഫെക്ഷനോ ഉള്ളവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ കെയർ ചെയ്യുന്നു, സംരക്ഷിക്കുന്നു. അതാണ് cherished എന്ന വേർഡിന്റെ മീനിങ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിച്ച ന്യൂ വേർഡ് ആണ് cherished. I have cherished the ideal of a democratic and free society in which all persons live together in harmony and with equal opportunities. അപ്പൊ എന്താണ് ഒരു ജനാധിപത്യം എന്താണ് സ്വതന്ത്രവുമായ ഒരു സമൂഹത്തിന്റെ ആദർശത്തെയാണ് ഞാൻ വിലമതിക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ അങ്ങനെയുള്ള സമൂഹത്തെയാണ് ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നത്, ചെറിഷ് ചെയ്യുന്നതെന്ന് ആര് പറയുന്നു? നെൽസൺ മണ്ടേല പറയുന്നു. I have cherished the ideal of a democratic and free society in which all persons live together in harmony with equal opportunities. അപ്പോൾ എന്താണ് എല്ലാ ജനങ്ങൾക്കും എല്ലാ പീപ്പിളിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസും റൈറ്റും ഒക്കെയുള്ള എന്താണ് ജനാധിപത്യവും സ്വതന്ത്രവുമായ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള സമൂഹത്തെയാണ് ആ ഒരു ആദർശത്തെയാണ് എന്തെന്ന് പറഞ്ഞാൽ ഞാൻ വിലമതിക്കുന്നു അല്ലെങ്കിൽ ഞാൻ അതിനെ പ്രൊട്ടക്ട് ചെയ്യും. It is an ideal which I hope to live for and to achieve. But if need be, it is an ideal for which I am prepared to die. എന്താണ് അദ്ദേഹം പറയുന്നത്? ഇതൊരു ആദർശമാണ്. ഈ ആദർശത്തിന് വേണ്ടി ഇത് നേടിയെടുക്കാനാണ് ഞാൻ ജീവിക്കുന്നത്. എന്താണ്? But if need be, it is an ideal for which I am prepared to die. അപ്പൊ ഈ ഒരു ആദർശം നേടിയെടുക്കാൻ എന്ത് ആദർശമായ എല്ലാ ജനങ്ങളും സമൂഹത്തിലെ എല്ലാ ജനങ്ങൾക്കും ഈക്വൽ റൈറ്റ്സും ഓപ്പർച്യൂണിറ്റീസും കൊടുത്തുകൊണ്ടുള്ള ഒരു സമൂഹത്തെ അങ്ങനെ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ അങ്ങനെ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മരിക്കാൻ പോലും തയ്യാറാണ്. These are the passionate words said by Nelson Mandela, a global human rights activist and former president of സൗത്ത് ആഫ്രിക്ക. അപ്പൊ എന്താണ് നമ്മൾ ഈ കേട്ട വാക്കുകൾ ആരുടേതാണ്? These are the passionate words said by നെൽസൺ മണ്ടേല. നെൽസൺ മണ്ടേലയുടെ പാഷനേറ്റ് വേർഡ്സ് ആണ് നമ്മളിപ്പോൾ കേട്ടത്. നെക്സ്റ്റ് വേർഡ് നോക്കിക്കേ. പാഷനേറ്റ് എന്താ വേർഡ് മീനിങ്? എന്താ പാഷനേറ്റ് വേർഡ് മീനിങ് നോക്കേ. വേർഡ്സ് that show strong feelings of എന്താണ് ബിലീഫ്സ്. നമ്മുടെ സ്ട്രോങ് ഫീലിങ്സും ബിലീഫ്സും നമ്മുടെ വിശ്വാസവും വികാരം ഒക്കെ കാണിക്കുന്ന ആ വേർഡ്സിനെയാണ് നമ്മൾ പാഷനേറ്റ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പാഷനേറ്റ് വേർഡ്സ് ആണ്, അത്രയും വികാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള വാക്കുകളാണ് നമ്മൾ ആദ്യം കേട്ടത്. അദ്ദേഹം ആരായിരുന്നു? എ ഗ്ലോബൽ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ആൻഡ് ഫോമർ പ്രസിഡന്റ് ഓഫ് സൗത്ത് ആഫ്രിക്ക. എന്താണ് ഒരു ആഗോള മനുഷ്യാവകാശ പ്രവർത്തകനും അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റിലെ ഫോമർ പ്രസിഡന്റുമായിരുന്നു ആര്? നമ്മുടെ നെൽസൺ മണ്ടേല. ക്ലിയർ ആയോ? He spearheaded the apartheid movement in South Africa and showed the world that everybody is equal. അപ്പോൾ എന്താണ് അദ്ദേഹം എന്താണ് ചെയ്തത്? apartheid movement ലെ സൗത്ത് ആഫ്രിക്കയിലെ apartheid മൂവ്മെന്റിൽ എന്താണ് അതിന് നേതൃത്വം വഹിക്കുകയും എന്ത് കാണിക്കാൻ ശ്രമിച്ചു? showed the world, ലോകം മൊത്തവും കാണിക്കാൻ ശ്രമിച്ചു എന്തത്? everybody is equal, എല്ലാ ആൾക്കാരും തുല്യരാണെന്ന് കാണിക്കാനായിട്ട് അദ്ദേഹം apartheid movement സൗത്ത് ആഫ്രിക്കയിലെ apartheid മൂവ്മെന്റിനെ നയിച്ചു. നെക്സ്റ്റ് വേർഡ് നമ്മൾ പഠിച്ചു നോക്കിയേ. അപ്പാർത്തൈഡ്. എന്താ അപ്പാർത്തൈഡ്? എന്താ അപ്പാർത്തൈഡ് വേർഡ് മീനിങ്? അപ്പാർത്തൈഡ് എന്ന് വെച്ചാല് നോക്കി
നോക്കിക്കേ, ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ റേസ് ഓർ സ്കിൻ കളർ. നമ്മുടെ റേസിനെ വംശത്തിന്റെയോ സ്കിൻ കളറിന്റെയോ അല്ലെ തൊലിയുടെ നിറത്തിന്റെയോ വ്യത്യാസത്തിൽ നമ്മൾ ആളുകളെ എന്ത് ചെയ്യും, ഡിസ്ക്രിമിനേറ്റ് ചെയ്യും ഇല്ലേ, വിവേചനം നടത്തും. അതിനാണ് വർഗ വിവേചനം അല്ലെങ്കിൽ അപ്പാർത്തൈഡ് എന്ന് പറയുന്നത്. അപ്പൊ സൗത്ത് ആഫ്രിക്കയില് ആ ഒരു കാലഘട്ടത്തിൽ ഒരു വർഗ വിവേചനം ഉണ്ടായിരുന്നു. എന്താണ്, ബ്ലാക്സ് വൈറ്റ് എന്ന് പറഞ്ഞ പീപ്പിളിനെ രണ്ടാക്കി മാറ്റിയിരുന്നു, കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും. അപ്പൊ ആ ഒരു രീതി ഇല്ലാതാക്കി എല്ലാ ആൾക്കാർക്കും തുല്യരാണ്, എല്ലാ ആൾക്കാരും തുല്യരാണെന്ന് കാണിക്കുന്നതിനായിട്ട് അപ്പാർത്തൈഡ് മൂവ്മെന്റിന് അദ്ദേഹം എന്ത് ചെയ്തു, നേതൃത്വം കൊടുത്തു. Mandela was born on July 18, 1980. He belonged to the Royal Xhosa clan of the Thembu tribe. So Mandela was born on 1898. അപ്പോൾ ജൂലൈ 18, 1980 മണ്ടേല ജനിച്ചത്. He belonged to the Royal Xhosa clan of the Thembu tribe. അപ്പോൾ തെമ്പു ട്രൈബ്, എന്താണ്, തെമ്പു വംശത്തിലെ കോസ ഫാമിലിയിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ജനന സമയമാണ് 1980 ജൂലൈ 80. തെമ്പു വംശത്തില് കോസ ഫാമിലിയിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, അടുത്ത ന്യൂ വേർഡ്സ് കണ്ടോ, കോസ, XHOSA. കോസ വേർഡ് മീനിങ് എന്താണ് നോക്കേ, മെമ്പർ ഓഫ് എത്നിക് സൗത്ത് ആഫ്രിക്കൻ ഗ്രൂപ്പ് ലിവിംഗ് ഈസ്റ്റേൺ കേപ്പ് ഹൂ സ്പോക്ക് ബാന്തു ലാംഗ്വേജ്. അപ്പൊ എന്താണ്, മെമ്പർ ഓഫ് എത്നിക് സൗത്ത് ആഫ്രിക്കൻ ഗ്രൂപ്പ്, അതായത് ഈസ്റ്റേൺ കേപ്പില് താമസിക്കുന്ന സൗത്ത് ആഫ്രിക്കൻ ഗ്രൂപ്പ്, എത്നിക് സൗത്ത് ആഫ്രിക്കൻ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനാണ് നമ്മൾ കോസ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഫാമിലിയിലാണ് നമ്മുടെ നെൽസൺ മണ്ടേല ജനിച്ചത്. ഏത് വംശത്തിൽ, തെമ്പു ക്ലാനില്. ഇത്രയും ക്ലിയർ ആയില്ലേ? His birth name was Rolihlahla and his country people referred to him respectfully by his clan name Madiba. അപ്പോൾ എന്താണ്, അദ്ദേഹത്തിന്റെ ജനന സമയത്തെ പേര് റോലിഹ്ലാഹ എന്നായിരുന്നെങ്കിലും അദ്ദേഹത്തെ അവിടുത്തെ ആൾക്കാര് അല്ലേ ആ എന്താണ് ആ ഒരു വംശ പേരിൽ അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം വിളിച്ചു മാഡിബ. എന്താണ്, മാഡിബ. ക്ലിയർ ആയില്ലേ? അടുത്ത പാരഗ്രാഫ് ഓക്കെ. മണ്ടേല വാസ് ബോൺ അറ്റ് ദ ടൈം വെൻ സൗത്ത് ആഫ്രിക്ക വാസ് അണ്ടർ ബ്രിട്ടീഷ് ഡൊമീനിയൻ. അപ്പൊ എന്താണ്, നമ്മുടെ മണ്ടേല ജനിച്ചത് എന്താണ്, നമ്മുടെ ആ ഒരു സമയം എന്താണ്, സൗത്ത് ആഫ്രിക്ക നമ്മുടെ ബ്രിട്ടീഷിന്റെ അധീനതയിലായിരുന്ന സമയത്താണ് നമ്മുടെ മണ്ടേലയുടെ ജനനം. Even as a child growing up in a tribal village, Mandela was acutely aware of the political unrest around him. എന്താണ്, അദ്ദേഹം ജനിച്ച സമയം മുതൽ തന്നെ അദ്ദേഹം വളർന്നില്ലേ, ഒരു കുട്ടിയിൽ നിന്ന് വളർന്നു തുടങ്ങിയ സമയം മുതൽ, ട്രൈബൽ വില്ലേജിൽ വളർന്നു തുടങ്ങിയ സമയം മുതൽ അദ്ദേഹത്തിന് അവിടുത്തെ ആ ഒരു സൗത്ത് ആഫ്രിക്കയിലെ പൊളിറ്റിക്കലിലെ അൺട്രസ്റ്റ്, ഒരു എന്താണ് രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയെ കുറിച്ചൊക്കെ നല്ല ബോധമുണ്ടായിരുന്നു. The harsh land laws passed by the colonial rulers had adversely affected native South Africa. അപ്പോൾ എന്താണ്, കൊളോണിയൽ ഭരണാധികാരികൾ ആ സമയത്ത് പാസാക്കിയ എന്താണ് ഒരു കടുത്ത ഭൂമി നിയമം അല്ലേ. നോക്കിക്കേ, ഹാഷ് ലാൻഡ് ലോസ്. അപ്പൊ അന്നത്തെ ഒരു ബ്രിട്ടീഷ് ഭരണാധികാരികൾ കൊണ്ടുവന്ന ആ ഒരു കടുത്ത ഭൂമി നിയമങ്ങള് അവിടുത്തെ സൗത്ത് ആഫ്രിക്കൻസ് നേറ്റീവ്സിനെ ബാഡ്ലി അല്ലെങ്കിൽ അഡ്വേഴ്സ്ലി അഫക്ട് ചെയ്തു അല്ലേ. അവരെന്താണ്, ദക്ഷിണാഫ്രിക്കക്കാർക്ക് എന്താണ് പ്രതികൂലമായി ബാധിച്ചു ആ ഒരു കൊളോണിയൽ ബ്രിട്ടീഷ് ഭരണാധികാരികൾ കൊണ്ടുവന്ന ആ ഒരു ഭൂമി നിയമങ്ങൾ. From the age of 9, Mandela was trained to be a leader. അപ്പം ഒരു 9 വയസ്സ് മുതൽ തന്നെ മണ്ടേല ഒരു ലീഡർ ആവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. He was the first in his family to be formally educated. അപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ആദ്യത്തെ വ്യക്തിയായിരുന്നു ആര്, മണ്ടേല. എങ്ങനെ, ഫോർമൽ എഡ്യൂക്കേഷൻ നേടിയല്ലേ, ഫോർമൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ തുടങ്ങിയ ഫോർമൽ എഡ്യൂക്കേഷൻ കിട്ടിയ ആദ്യത്തെ വ്യക്തിയായിരുന്നു നമ്മുടെ മണ്ടേല എന്ന് പറയുന്നത്. He was given the English name Nelson by a teacher at the local missionary school where he did his primary schooling. അപ്പം പ്രൈമറി സ്കൂളിൽ അദ്ദേഹം ചേർന്ന സമയത്ത് അവിടുത്തെ ഒരു ടീച്ചറാണ് അദ്ദേഹത്തിന് നെൽസൺ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് നെയിം ഇട്ടത്. അപ്പൊ അങ്ങനെയാണ് നെൽസൺ മണ്ടേല ആയത്. നെൽസൺ excelled in boxing, track as well as academics as he progressed into middle and high school education. അപ്പൊ എന്താണ്, നെൽസൺ excelled in boxing. അപ്പൊ നെൽസൺ മണ്ടേല ആ ഒരു സ്കൂൾ ടൈം തൊട്ട് എന്താണ് ബോക്സിംഗില്, അതുപോലെ തന്നെ ട്രാക്ക്. ട്രാക്ക് എന്ന് വെച്ചാൽ എന്താണ്, അടുത്ത നമ്മൾ പഠിക്കുന്ന ന്യൂ വേർഡ് ആണ് ട്രാക്ക്, TRACK. ട്രാക്ക് വേർഡ് മീനിങ് എന്താന്ന് നോക്കേ, അത്ലറ്റിക് ഇവന്റ് ലൈക്ക് റണ്ണിങ് പോലെ അല്ലെ, ഓട്ടം പോലുള്ള അത്ലറ്റിക് ഇവന്റിനാണ് നമ്മൾ ട്രാക്ക് എന്ന് പറയുന്നത്. അപ്പൊ സ്കൂൾ ടൈം തൊട്ട് തന്നെ നമ്മുടെ നെൽസൺ മണ്ടേല ഈ അത്ലറ്റിക്, അതായത് ട്രാക്കിലും ബോക്സിംഗിലും പിന്നെന്താണ് അക്കാഡമിക്സിലും എല്ലാം എന്താണ് വളരെ മികച്ച പ്രവർത്തനങ്ങളായിരുന്നു കാഴ്ചവെച്ചത്. As he progressed into middle and high school education, അപ്പോൾ ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ ആയാലും മിഡിൽ എഡ്യൂക്കേഷൻ എല്ലാം ഇദ്ദേഹം നല്ല പ്രവർത്തനങ്ങൾ
graduation as he was expelled and sent home due to his participation with other blacks in boycott activities against the university policies. അപ്പോൾ എന്താണ്, although he got admitted in the University of Fort Hare, അപ്പം അദ്ദേഹത്തിന്റെ പ്രൈമറി സ്കൂൾ എഡ്യൂക്കേഷനും മിഡിൽ സ്കൂൾ എഡ്യൂക്കേഷനും ഹൈസ്കൂൾ എഡ്യൂക്കേഷനും എല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. അപ്പൊ അന്നത്തെ ആ ഒരു സമയത്ത് എന്താണ്, ബ്ലാക്സിന് പഠിക്കാനുള്ള, സൗത്ത് ആഫ്രിക്കൻ ബ്ലാക്സിന് പഠിക്കാൻ ഒരു യൂണിവേഴ്സിറ്റി ഉള്ളായിരുന്നു, അതായിരുന്നു ഫോർട്ട് ഹെയർ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം അവിടെ അഡ്മിഷൻ എടുത്തു. നോക്കിക്കേ, he did not complete his graduation. അപ്പൊ അദ്ദേഹത്തിന് എന്താണ്, പക്ഷെ അദ്ദേഹത്തിന്റെ ഗ്രാജുവേഷൻ പൂർത്തിയാക്കില്ല, ഡിഗ്രി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. As he was expelled and sent home due to his participation with other black in boycott activities against the university policies. അപ്പൊ എന്താണ്, അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം എന്താണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പറഞ്ഞു വിട്ടു. കാരണം എന്താണ്, ബാക്കിയുള്ള ബ്ലാക്സ് നമ്മുടെ യൂണിവേഴ്സിറ്റി പോളിസീസിനെതിരെ, യൂണിവേഴ്സിറ്റി കൊണ്ടുവന്ന നയങ്ങൾക്കെതിരെ ബാക്കിയുള്ള ബ്ലാക്സ് എന്താണ് പ്രതിഷേധം പ്രകടിപ്പിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ആ പോളിസീസ് ബഹിഷ്കരിച്ച സമയത്ത് അവരുടെ കൂടെ കൂടിയിട്ട് നമ്മുടെ നെൽസൺ മണ്ടേലയും പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പൊ അതിന്റെ ഫലമായിട്ട് നെൽസൺ മണ്ടേലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിർബന്ധപൂർവ്വം വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്ന ന്യൂ വേർഡാണ് എക്സ്പെൽഡ്. എന്താ വേർഡ് മീനിങ് ഒക്കെ എക്സ്പെൽഡ്? ഒഫീഷ്യലി മേക്ക് ഫോഴ്സ് സമ്മൺ ടു ലീവ് എ സ്കൂളിലെ, ഒഫീഷ്യലി നമ്മൾ ഫോഴ്സ് ചെയ്ത് ഒരാളെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നതിനാണ് നമ്മൾ എക്സ്പെൽഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിച്ച ന്യൂ വേർഡാണ് ബോയ്കോട്ട്. എന്താ ബോയ്കോട്ട്? എന്താ ബോയ്കോട്ട്? ബഹിഷ്കരണം അല്ലേ? നോട്ട് പാർട്ടിസിപ്പേറ്റിംഗ് ഓർ ബീയിങ് എ പാർട്ട് ഓഫ് സം ആക്ടിവിറ്റി ആസ് ആൻ എക്സ്പ്രഷൻ ഓഫ് പ്രൊട്ടസ്റ്റ്. അപ്പൊ നമ്മളൊരു ആക്ടിവിറ്റീസ് ഒന്നും എന്താണ് പ്രവർത്തിക്കാതെ നമ്മളതിനെ എന്താണ് നമ്മുടെ പ്രതിഷേധത്താൽ നമ്മളതിനെ ബഹിഷ്കരിക്കുന്നില്ല, ആ ഒരു പ്രവർത്തനങ്ങൾ നമ്മൾ പങ്കെടുക്കാതിരിക്കുന്നു, ബോയ്കോട്ട് അല്ലെങ്കിൽ ബഹിഷ്കരണം എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പഠിച്ച ന്യൂ വേർഡാണ് പോളിസീസ്. എന്താണ് പോളിസീസ്? എന്താ പോളിസീസ്? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലേ, നിയമങ്ങളും നിയന്ത്രണങ്ങളും. അപ്പൊ യൂണിവേഴ്സിറ്റി കൊണ്ടുവന്ന നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും എതിരെ ബാക്കിയുള്ള ബ്ലാക്സ് ബോയ്കോട്ട് ചെയ്ത് അതെല്ലാം ബഹിഷ്കരിച്ചപ്പോൾ അവരുടെ കൂടെ കൂടിയിട്ട് നെൽസൺ മണ്ടേലയും പ്രവർത്തിക്കാൻ തുടങ്ങി. ആ കാരണത്താൽ എന്ത് ചെയ്തു, നെൽസൺ മണ്ടേലയെ നമ്മുടെ സ്കൂളിൽ നിന്ന്, യൂണിവേഴ്സിറ്റിയിൽ നിന്നും വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു, ഒഫീഷ്യലി നിർബന്ധപൂർവ്വം പറഞ്ഞു വിട്ടു. Okay, later he left home and moved to Johannesburg to avoid his family's plan to get him married. അപ്പൊ എന്താണ്, അദ്ദേഹം അങ്ങനെ വീട്ടിലേക്ക് ചെന്ന സമയത്ത് എന്ത് ചെയ്തു, വീട്ടുകാർ എന്ത് പറയാൻ തുടങ്ങി, അടുത്തത് മാരേജ് ചെയ്യാൻ അല്ലേ, കല്യാണം കഴിക്കാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ നെൽസൺ മണ്ടേല എന്ത് ചെയ്ത് അവരുടെ തീരുമാനത്തിൽ നിൽക്കാതെ വീട് ഉപേക്ഷിച്ച് വീട്ടിൽ നിന്നിറങ്ങി. He worked as a night watchman and later as a clerk while he studied by correspondence and graduated. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, he worked as a night watchman, അങ്ങനെ വീട് വിട്ട് ഇറങ്ങി ജോഹന്നാസ്ബർഗിൽ പോയിട്ട് അവിടുത്തെ ഒരു നൈറ്റ് വാച്ച്മാൻ ആയിട്ട് വർക്ക് ചെയ്തു, അതിനുശേഷം ഒരു ക്ലർക്കായിട്ട് വർക്ക് ചെയ്തു. while he studied by correspondence and graduated, അതിന്റെ കൂടെ തന്നെ അദ്ദേഹം പഠനം തുടരുകയും ഗ്രാജുവേഷൻ നേടുകയും ചെയ്തു. while studying law he came to understand more about the injustice and discrimination between the whites and blacks. അപ്പൊ എന്താണ്, അദ്ദേഹം അങ്ങനെ കൂടുതൽ പഠിക്കാൻ തുടങ്ങിയില്ലേ, ഗ്രാജുവേഷൻ കിട്ടിയതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു, വൈൽ സ്റ്റഡിങ് ലോ പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും അദ്ദേഹത്തിന് കുറെ കാര്യങ്ങൾ എന്ത് ചെയ്തു മനസ്സിലാവാൻ തുടങ്ങി. എന്താണ് ബ്ലാക്സിനും വൈറ്റിനും ഇടയിൽ നിൽക്കുന്ന ആ ഒരു അനീതികളെ കുറിച്ചും ഡിസ്ക്രിമിനേഷനിൽ ആ ഒരു വിവേചനത്തെ കുറിച്ചും എന്താണ് അനീതിയെ കുറിച്ചും ഒക്കെ അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവാൻ തുടങ്ങി. He joined the movement against racial discrimination. അടുത്ത ന്യൂ വേർഡ് നോക്കെ, racial discrimination. The word meaning racial discrimination, unfair treatment against people based on their race or skin color. നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, നമ്മുടെ സ്കിൻ കളറിനെയും നമ്മുടെ വംശത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് മോശമായിട്ട് പെരുമാറില്ലേ, പീപ്പിളിനോട്, ജനങ്ങളോട് അൺഫെയർ ട്രീറ്റ്മെന്റ്, മോശമായിട്ട് പെരുമാറുന്നതിനെയാണ് നമ്മൾ റാഷ്യൽ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ വംശീയ വിവേചനം എന്ന് പറയുന്നത്. അപ്പൊ he joined the movement against racial discrimination. അപ്പൊ ആ ഒരു വംശീയ വിവേചനം ഇല്ലാതാക്കുക, അപ്പൊ അതിനെതിരെയുള്ള മൂവ്മെന്റ് ഇദ്ദേഹം ജോയിൻ ചെയ്തു. He established the African National Congress Youth League, ANCYL, African National Congress Youth League എന്ന് പറയുന്ന ഒരു സംഘടന എസ്റ്റാബ്ലിഷ് ചെയ്തു 1944 and worked with his close friend Oliver Tambo and other fellow members. അപ്പോൾ എന്തോ ഇത്
അതിൻ്റെ അകത്ത് അദ്ദേഹത്തിന്റെ എന്താണ് ക്ലോസ് ഫ്രണ്ടായ ഒലിവർ ടാംബോ അതുപോലെ തന്നെ വേറെ കുറച്ച് ആൾക്കാരായിട്ട് കൂടിച്ചേർന്നിട്ട് എന്ത് കൊണ്ടുവന്ന ANYCL അതായത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് യൂത്ത് ലീഗ് സ്ഥാപിച്ചിട്ട് അതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. എന്തിനെതിരെ? റാഷ്യൽ ഡിസ്ക്രിമിനേഷൻ. സൗത്ത് ആഫ്രിക്കയിൽ നിലനിന്ന ഒരു റാഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതാക്കാനായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമ്മൾ നെക്സ്റ്റ് വേർഡ് പഠിച്ചു, റാഷ്യൽ ഡിസ്ക്രിമിനേഷൻ. Mandela advocated human rights, leading protest against the poor treatment of the black by the white rulers. അപ്പോൾ എന്താണ് മണ്ടേല അഡ്വക്കേറ്റഡ് ഹ്യൂമൻ റൈറ്റ്സ്? എന്താണ്? മനുഷ്യാവകാശത്തിന് വേണ്ടി നെൽസൺ മണ്ടേല വാദിച്ചു. ലീഡിംഗ് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ പൂവർ ട്രീറ്റ്മെന്റ് ഓഫ് ദ ബ്ലാക്ക് ബൈ ദ വൈറ്റ് റൂളേഴ്സ്. അപ്പൊ എന്താണ് വൈറ്റ് റൂളേഴ്സ് നമ്മൾ ബ്ലാക്സിനോട് നടത്തുന്നില്ലേ? ബ്ലാക്സിനോട് നടത്തുന്ന ആ ഒരു എന്താണ് അനീതിക്കെതിരെ നമ്മുടെ നെൽസൺ മണ്ടേല പ്രൊട്ടസ്റ്റ് ലീഡ് ചെയ്യാൻ തുടങ്ങി. എന്ന് വെച്ചാൽ എന്താണ്? പ്രതിഷേധം അറിയിക്കാൻ തുടങ്ങി. അപ്പൊ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ന്യൂ വേർഡ് അഡ്വക്കേറ്റഡ്. അഡ്വക്കേറ്റഡ് വേർഡ് മീനിങ് എന്താ? Advocated word meaning okay, to speak or write in support or defense of a cause or a personal cause. അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഇത് നമ്മൾ ഒന്നുകിൽ സപ്പോർട്ട് ചെയ്ത് പറയുന്നു അല്ലെങ്കിൽ അതിനെ നമ്മൾ എതിർത്ത് പറയുന്നത്. അപ്പൊ ആ ഒരു സ്പീക്ക് അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുന്നത് നമ്മൾ അഡ്വക്കേറ്റഡ് എന്ന് പറയുന്നത്. അപ്പൊ അഡ്വക്കേറ്റഡ് അതായത് നെൽസൺ മണ്ടേല അഡ്വക്കേറ്റഡ് ഹ്യൂമൻ റൈറ്റ് മനുഷ്യാവകാശത്തിന് വേണ്ടി നെൽസൺ മണ്ടേല വാദിക്കുകയും നമ്മുടെ വൈറ്റ് റൂളേഴ്സ് ബ്ലാക്കിനോട് കാണിക്കുന്ന ആ ഒരു അനീതിക്കെതിരെ ഒരു പ്രൊട്ടസ്റ്റ് ലീഡ് ചെയ്യുകയും ചെയ്തു. അടുത്ത ന്യൂ വേർഡ് ഒക്കെ പ്രൊട്ടസ്റ്റ്. Protest word meaning എന്താ? To express a strong objection to something. എന്തിനോടെങ്കിലുള്ള നമ്മളുടെ ആ ഒരു എതിർപ്പ്, ഒരു സ്ട്രോങ് എതിർപ്പില്ലേ, അത് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്പ്രസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ പ്രതിഷേധം എന്ന് പറയുന്നത്. നോക്കിക്കേ, സൗത്ത് ആഫ്രിക്ക at that time was racially divided. അപ്പൊ ആ ഒരു ടൈമിൽ സൗത്ത് ആഫ്രിക്ക എന്ന് വെച്ചാൽ വംശീയമായിട്ട് എന്താണ് വിവേചനം നടന്ന എന്താണ് ആ ഒരു രണ്ടായിട്ടില്ലേ ഡിവൈഡ് ചെയ്ത സമയമായിരുന്നു, ഡിവൈഡായിരുന്നു. The black were not given equal right and opportunities at whites. അപ്പൊ എന്താണ് വൈറ്റ്സിനുള്ള അവകാശങ്ങളോ എന്താണ് ഈക്വൽ റൈറ്റോ ഓപ്പർച്യൂണിറ്റീസോ ഒന്നും നമ്മുടെ ബ്ലാക്കിന് നൽകിയിരുന്നില്ല. Although the blacks were a majority and the whites a minority. അപ്പം എന്തായിരുന്നു വെള്ളക്കാര് കുറവും എണ്ണത്തിൽ നമ്മുടെ ബ്ലാക്സ് ആയിരുന്നു കൂടുതലെങ്കിലും the laws were enacted to suit the demand of the whites. അപ്പൊ അവിടുത്തെ നിയമങ്ങളെല്ലാം കൊണ്ടുവരുന്നത് വെള്ളക്കാർക്ക് അനുകൂലമായിട്ടായിരുന്നു, വൈറ്റ്സിന് അനുകൂലമായിട്ടായിരുന്നു. There were separate places of living, schooling and recreation for whites and blacks. അപ്പോൾ വൈറ്റ്സിനും ബ്ലാക്കിനും എന്താണ് പ്രത്യേകം സ്കൂളുകളും പഠിക്കാൻ പ്രത്യേകം സ്കൂളുകളും അവരുടെ വിനോദത്തിന് വേണ്ടി ചെലവഴിക്കാൻ പ്രത്യേക സ്ഥലങ്ങളും അവരുടെ താമസ സ്ഥലങ്ങളെല്ലാം വേറെ വേറെയായിരുന്നു ബ്ലാക്സിനും വൈറ്റ്സിനും. There were separate places of living. നമ്മൾ പറഞ്ഞില്ലേ schooling and recreation for white and black. The blacks suffered under this inhuman and unjust rule of the British. അപ്പോൾ ബ്രിട്ടീഷുകാരിൽ നിന്നും വളരെ മനുഷ്യത്വരഹിതവും അതുപോലെ തന്നെ എന്താണ് മനുഷ്യത്വരഹിതവും അൺജസ്റ്റ് ആൻഡ് ഇൻഹ്യൂമൻ ഇല്ലേ ഒരു എന്താണ് ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു നമ്മുടെ ബ്രിട്ടീഷ് റൂളേഴ്സിൽ നമ്മുടെ ആർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്? ബ്ലാക്കിന് കിട്ടിക്കൊണ്ടിരുന്നത്. Mandela lead and become the face of the anti-apartheid movement both in his country and across the world. അപ്പോൾ എന്ത് ചെയ്തു അദ്ദേഹം? കൺട്രിയിൽ മാത്രമല്ല വേൾഡിലും അദ്ദേഹത്തിന്റെ ഒരു അപ്പാർത്തൈഡ് മൂവ്മെന്റ് ഇല്ലേ എന്താണ് ഈ ഒരു ഇത് ഇല്ലാതാക്കാൻ, ഈ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതാക്കാനായിട്ട് ഒരു അപ്പാർത്തൈഡ് മൂവ്മെന്റ് കൺട്രിയിലും വേൾഡിലും അദ്ദേഹം നയിച്ചു. In 1962 he was arrested and sentenced to life imprisonment. അപ്പോൾ അദ്ദേഹത്തെ എന്ത് ചെയ്തു? അങ്ങനെ ആ ഒരു ലോകത്തിലും അല്ലേ കൺട്രിയിലും വേൾഡിലും അദ്ദേഹം ഇങ്ങനെ ഒരു അപ്പാർത്തൈഡ് മൂവ്മെന്റ് നയിച്ചതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ഇംപ്രിസൺ ചെയ്തു അല്ലേ, ജയിലിൽ അടച്ചു. അതിന്റെ ന്യൂ വേർഡ് നോക്കി ഇംപ്രിസൺമെന്റ്. എന്താ വേർഡ് മീനിങ് ഇംപ്രിസൺമെന്റ് നോക്കി? കെപ്റ്റ് ഇൻ ജയിലോ പ്രിസൺ. നമ്മൾ ജയിലോ പ്രിസണിലോ സൂക്ഷിക്കുന്നതിലേ കൊണ്ടിരുന്നതിനെ നമ്മൾ ഇംപ്രിസൺമെന്റ് എന്ന് പറയാം. അപ്പൊ അവരുടെ ആന്റി അപ്പാർത്തൈഡ് മൂവ്മെന്റിലെ ആ ഒരു വംശീയ വിവേചനം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മൂവ്മെന്റിലെ അദ്ദേഹം കുറെ പ്രവർത്തനങ്ങൾ ചെയ്തതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തെ 1962 ഇംപ്രിസൺ ചെയ്തു, ജയിലിൽ അടച്ചു. In his 27 years in prison, Mandela continued his activities for the rights of black and participated in the eradication of apartheid even from prison. 27 വർഷം അദ്ദേഹം ജയിലിൽ കിടന്നു. Mandela continued his activities for the right of black. അപ്പം എങ്ങനെ ജയിലിൽ കിടന്ന സമയത്ത് അദ്ദേഹം എന്തിനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്?
എന്നുള്ള ബ്ലാക്സിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുക. ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ഇറാഡിക്കേഷൻ ഓഫ് അപ്പാരത്തൈഡ് ഈവൻ ഫ്രം പ്രിസൺ. പ്രിസണിൽ കിടന്നുകൊണ്ട് തന്നെ നമ്മുടെ ആ അപ്പാരത്തൈഡ് എന്ന് പറയുന്ന എന്താണ് ഒരു വംശീയ അല്ലെ വർഗവിവേചന ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ന്യൂ വേർഡ് ആണ് ഇറാഡിക്കേഷൻ. The eradication word meaning okay to completely remove എന്താണ് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. അപ്പൊ ആ ഒരു അപ്പാരത്തൈഡ് ഇല്ലേ അതിനെ നമ്മൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ ശ്രമിച്ചുകൊണ്ടിരുന്നു. In 1990, pressurized by an international campaign, the South African government released. അപ്പോൾ 1990 സൗത്ത് ആഫ്രിക്കൻ ഒരു ഇന്റർനാഷണൽ ക്യാമ്പയിന്റെ പ്രഷറൈസ് മൂലം നമ്മുടെ സൗത്ത് ആഫ്രിക്കൻ ഗവൺമെന്റ് അദ്ദേഹത്തെ ജയിൽമോചിതനാക്കി. After his release, he worked actively leading the African National Congress to negotiate with the then governing National Party and other African political groups to put an end to apartheid and develop a multiracial government. അപ്പോൾ അദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിതനായതിനു ശേഷം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം കൂടുതൽ ആക്റ്റീവ് ആകാൻ തുടങ്ങി. അദ്ദേഹം ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ലീഡ് ചെയ്യുകയും എന്നിട്ട് എന്താണ് മറ്റ് ഗവേണിംഗ് നാഷണൽ പാർട്ടി ആയിട്ടും ആഫ്രിക്കൻ പൊളിറ്റിക്കൽ ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് ഒരു നെഗോഷിയേഷൻ നടത്തിയില്ലേ, ഒരു ഡീലിൽ ഏർപ്പെട്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ അപ്പാരത്തൈഡ് എന്ന് പറയുന്നതിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയിട്ട് പുതിയൊരു മൾട്ടിനാഷണൽ ഗവൺമെന്റ് ഡെവലപ്പ് ചെയ്യാൻ അദ്ദേഹം ഡീലിൽ ഏർപ്പെടുകയും ചെയ്തു. അത് നമ്മൾ പഠിച്ച നെക്സ്റ്റ് വേർഡ് ആണ് നെഗോഷിയേറ്റ്. എന്താ നെഗോഷിയേറ്റ്? നെക്സ്റ്റ് ന്യൂ വേർഡ് നോക്കേ, നെഗോഷിയേറ്റ്. The negotiate word meaning നോക്കേ, to make a deal. നമ്മൾ പറഞ്ഞില്ലേ മറ്റുള്ള പാർട്ടീസുമായിട്ട് ഒരു ഡീലിൽ ഏർപ്പെട്ടു. നെക്സ്റ്റ് വേർഡ് ഏതായിരുന്നു? മൾട്ടി റാഷ്യൽ. എന്താ മൾട്ടി റാഷ്യൽ? വേർഡ് മീനിങ് ഒക്കെ പീപ്പിൾ ഓഫ് ഡിഫറെന്റ് റേസസ് കമ്മ്യൂണിറ്റീസ് റിലീജിയൻസ്. അപ്പൊ എന്താണ് പല കമ്മ്യൂണിറ്റീസിലും റിലീജിയൻസിലും ഒക്കെയുള്ള ആൾക്കാരായിട്ടുള്ള ഒരു ഗവൺമെന്റ് ഇല്ലേ, എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ഉള്ള ഒരു ഗവൺമെന്റ് അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. Mandela was a powerful orator who with his commanding and passionate speeches influenced his audience to think for the betterment and welfare of their country. അപ്പോൾ മണ്ടേല എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു പവർഫുൾ ഓറേറ്ററിലെ ഒരു പ്രഭാഷകനാണ്. നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എന്താണ് നെൽസൺ മണ്ടേലയുടെ ഒരു ഗ്രേറ്റ് സ്പീച്ചിൽ കുറച്ച് വാക്കുകൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ അത്രയും തിങ്കിങ് ആയിട്ടുള്ള വേർഡ്സ് ആണ് നമ്മുടെ നെൽസൺ മണ്ടേല ഒരു പവർഫുൾ ഓറേറ്റർ, നല്ലൊരു പവർഫുൾ പ്രഭാഷകനാണ്. അപ്പൊ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ സ്പീച്ച് കേൾക്കുമ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് എന്ത് തോന്നുക, നമ്മളുടെ സമൂഹത്തിന്റെ ബെറ്റർമെന്റിനും വെൽഫെയറിനും വേണ്ടി പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ഇത് നമുക്ക് ആ പീപ്പിളിന് കിട്ടുമായിരുന്നു. He was awarded the Nobel Peace Prize in December 1993 for his non-violent and peaceful effort. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു നോൺ വയലന്റ് എന്താ ആക്രമണമാക്കിയിട്ട് അതുപോലെ തന്നെ പീസ്ഫുൾ സമാധാനപരമായിട്ടുള്ള ഒരു എഫേർട്ടിന് അദ്ദേഹത്തിന് 1993 ഡിസംബറിൽ എന്താണ് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചു. History was made on April 26, 1994. 26 April 26 പുതിയൊരു ഹിസ്റ്ററി ഇല്ലേ, ചരിത്രം ഉണ്ടായി. എന്താണ് ചരിത്ര സംഭവം? For the first time, South Africans in huge numbers, about 22 million of them, cast their votes on Mandela's ANC won with an overwhelming majority. ഇപ്പൊ എന്താണ് അതുവരെ സൗത്ത് ആഫ്രിക്കയിൽ നടക്കാത്തൊരു കാര്യമായിരുന്നു 1994 ഏപ്രിൽ 26 അന്ന് സംഭവിച്ചത്. ഏതാണ്ട് 22 മില്യൺ ആൾക്കാര് അവരുടെ വോട്ടവകാശം രേഖപ്പെടുത്തി. ആർക്കാണ്? ANC-ക്കായിരുന്നു അല്ലേ. ANC മീൻസ് ആഫ്രിക്കൻ നാഷണൽ, നമ്മുടെ നെൽസൺ മണ്ടേലയുടെ ANC-യിൽ അവര് എത്ര ആൾക്കാര്? 22 മില്യൺ ആൾക്കാര് വോട്ട് രേഖപ്പെടുത്തി. അപ്പൊ ആ ഓവർവെൽമിംഗ് മെജോറിറ്റിയിൽ എന്താണ് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മെജോറിറ്റി ആയിരുന്നു അന്ന് വോട്ട് ചെയ്ത് നെൽസൺ മണ്ടേലയ്ക്ക് ലഭിച്ചത്. അടുത്ത ന്യൂ വേർഡ് നോക്കേ, ഓവർവെൽമിംഗ്. എന്താ ഓവർവെൽമിംഗ്? എന്താ ഓവർവെൽമിംഗ് നോക്കേ? വെരി സ്ട്രോങ് ഇമോഷണൽ. എന്താണ് അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള വികാരം. Mandela was elected the first black president of South Africa on May 10, 1994. May 10 നമ്മുടെ നെൽസൺ മണ്ടേല സൗത്ത് ആഫ്രിക്കയിൽ ആദ്യത്തെ ബ്ലാക്ക് പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. Under his regime, he created a multi-ethnic government that brought a transition. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ഗവൺമെന്റിനെ മാറ്റി ഒരു പരിവർത്തനം കൊണ്ടുവന്നിട്ട് പുതിയൊരു മൾട്ടി
ഗവൺമെന്റ് കൊണ്ടുവരികയാണ് അദ്ദേഹം ചെയ്തത്. എന്താണ്? ഹി ക്രിയേറ്റഡ് എ മൾട്ടി എത്നിക് ഗവൺമെന്റ്. മൾട്ടി എത്നിക് എന്ന് വെച്ചാൽ എന്താണ്? ബഹുജാതി ഗവൺമെന്റ് അല്ലേ? മൾട്ടി എത്നിക് വേർഡ് മീനിങ് ഒക്കെ മൾട്ടി എത്നിക്. എന്താ മൾട്ടി എത്നിക് വേർഡ് മീനിങ് ഒക്കെ? പീപ്പിൾ ഫ്രം ഡൈവേഴ്സ് കൾച്ചേഴ്സ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ലിവിംഗ് ടുഗദർ. അപ്പൊ എന്താണ്? പല കൾച്ചറിലുള്ള ആൾക്കാര്, പല ബാക്ക്ഗ്രൗണ്ടിൽ താമസിക്കുന്ന ആൾക്കാർ, ഇവരെ എല്ലാവരും സൊസൈറ്റിയിൽ കൊണ്ടുവരിക. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ആൾക്കാരും തുല്യരാണെന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഒരു ഗവൺമെന്റ് കൊണ്ടുവന്നു. ആരെ? നമ്മുടെ നെൽസൺ മണ്ടേല. അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ഗവൺമെന്റ്, ആ സിസ്റ്റം മൊത്തത്തിൽ ട്രാൻസിഷൻ ചെയ്തു. എന്താണ്? പരിവർത്തനം ചെയ്തു. അടുത്ത ന്യൂ വേർഡ് നോക്കിയ ട്രാൻസിഷൻ. ട്രാൻസിഷൻ വേർഡ് മീനിങ് നോക്കെ. ട്രാൻസിഷൻ വേർഡ് മീനിങ് ആണ് എന്ത്? ടു ബ്രിങ് അബൌട്ട് എ മേജർ ചേഞ്ചിൽ ഒരു വലിയ മാറ്റം. അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷം ഒരു വലിയ മാറ്റം കൊണ്ടുവന്നു. എന്ത്? അതുവരെ ഉണ്ടായിരുന്ന സിസ്റ്റം കംപ്ലീറ്റ് മാറ്റിയിട്ട് മൾട്ടി എത്നിക് ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്തു. ഹിസ് മേജർ വർക്ക് ആസ് ദ പ്രസിഡന്റ് വാസ് ടു ഇംപ്രൂവ് റിലേഷൻസ് ബിറ്റ്വീൻ ദ ടു റേസസ്. അപ്പൊ അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ ആദ്യത്തെ ജോലി, ഇമ്പോർട്ടന്റ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു? വാസ് ടു ഇംപ്രൂവ് റിലേഷൻസ് ബിറ്റ്വീൻ ദ ടു റേസസ്. അപ്പൊ രണ്ട് വംശങ്ങൾ തമ്മിലുള്ള, ബ്ലാക്കും വൈറ്റും തമ്മിലുള്ള ആ ഒരു ആ ഒരു ബന്ധം, അവരുടെ ആ റിലേഷൻ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ വർക്ക് എന്ന് പറയുന്നത്. അഡ്വക്കേറ്റ് പീസ്ഫുൾ ഇന്ററാക്ഷൻ വിത്ത് ദ വൈറ്റ് മൈനോറിറ്റി. ഇപ്പൊ വൈറ്റ് മൈനോറിറ്റി, നമ്മുടെ ആ വെള്ളക്കാരോടുള്ള സമീപനം ഇല്ലേ? ആ ഒരു സമീപനം എന്താണ്? സമാധാനപരമായിട്ട് അവരോട് ഇടപെടുക. പിന്നെന്താണ്? and nurture a global image of united South Africa free from clutches of racial discrimination. അപ്പൊ ആ racial discrimination എന്ന് പറയുന്ന ആ ഒരു ഇതിൽ നിന്ന് എന്താണ്? അതിന്റെ പിടിയിൽ നിന്ന് മോചിതയായ നമ്മുടെ സൗത്ത് ആഫ്രിക്കയുടെ എന്താണ് നോക്കിക്കേ, ഗ്ലോബൽ ഇമേജിൽ ഒരു ആഗോള ഒരു പ്രതിച്ഛായ നിലനിർത്തുക. അതൊക്കെയായിരുന്നു നമ്മുടെ നെൽസൺ മണ്ടേല പ്രസിഡന്റ് ആയതിനു ശേഷം ആദ്യത്തെ അദ്ദേഹത്തിന്റെ മേജർ വർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ന്യൂ വേർഡ് നോക്കി, ക്ലച്ചസ്. CLUTCH ക്ലച്ചസ് ഇല്ലേ? എന്താണ് ക്ലച്ചസ്? CLUTCHES. എന്താ ക്ലച്ചസ് വേർഡ് മീനിങ് ഒക്കെ? ടൈറ്റ് ഹോൾഡോ, എന്താണ്? മുറുകെ പിടിക്കുക. അപ്പൊ രാഷ്ട്രീയ ഡിസ്ക്രിമിനേഷന്റെ പിടിയിൽ മുറുകിയിരുന്ന നമ്മുടെ സൗത്ത് ആഫ്രിക്ക ഫ്രീ ആയതിനു ശേഷം ഇല്ലേ, അതിന് ഫ്രീഡം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം എന്ത് ചെയ്തു? നമ്മുടെ ആ ഒരു സൗത്ത് ആഫ്രിക്കയുടെ ഒരു ആഗോള പ്രതിച്ഛായ നിലനിർത്തുക തുടങ്ങിയവയായിരുന്നു നെൽസൺ മണ്ടേലയുടെ പ്രധാനപ്പെട്ട ജോലികൾ എന്ന് പറഞ്ഞു. After his first term as the president, he quit politics and retired in 1999. അപ്പൊ എന്താണ്? അദ്ദേഹം ആ ഒരു പ്രസിഡന്റ് കാലാവധി പൂർത്തിയാക്കിയതിനു ശേഷം ഇല്ലേ, ഈ ഫസ്റ്റ് ടേം അദ്ദേഹത്തിന്റെ ആ ഫസ്റ്റ് പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹം പൊളിറ്റിക്സിൽ നിന്ന് 1999 ക്വിറ്റ് ചെയ്തു ഇല്ലേ, മാറി, റിട്ടയർ ചെയ്തു. From then on, he focused all his attention to work both in country and for the world to bring peace and social justice. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? വേൾഡിലും സമൂഹത്തിലും ഇല്ലേ, കൺട്രിയിലും മൊത്തത്തില് സമാധാനവും ഇല്ലേ, ന്യായവും നീതിന്യായവും കൊണ്ടുവരാനായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തു. The Nelson Mandela Foundation and the elders were premium institutions he established that address the human rights issues of the world and work towards easing human suffering. അപ്പൊ അതിനുശേഷം നെൽസൺ മണ്ടേല ഫൗണ്ടേഷനും അതിനെ തുടർന്നുള്ള എൽഡേഴ്സ് പ്രീമിയം ഒക്കെ എന്ത് ചെയ്തു? ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ വേൾഡിൽ നടക്കുന്ന എന്താണ് ആ ഒരു ഹ്യൂമൻ റൈറ്റ് ഇഷ്യൂസ്, മനുഷ്യാവകാശ പ്രവർത്തനങ്ങളെ അഡ്രസ് ചെയ്യുകയും മനുഷ്യർക്ക് എന്താണ് സഫർ ചെയ്യുന്നത് ഇല്ലാതാക്കാനും ഒക്കെ വേണ്ടിയിട്ട്, അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെല്ലാം വർക്ക് ചെയ്തു. United Nations declared in the year 2009 that Mandela birthday, July 18, shall be celebrated as Nelson Mandela International Day as a tribute to his contributions to freedom, human rights, democracy and peace. അപ്പം 2009 നമ്മുടെ യുണൈറ്റഡ് നേഷൻ ഡിക്ലെയർ ചെയ്തു. എന്ത് ഡിക്ലെയർ ചെയ്തു? മണ്ടേലാസ് ബർത്ത്ഡേ, അതായത് ജൂലൈ 18 നമ്മൾ പറഞ്ഞു മണ്ടേലയുടെ ബർത്ത്ഡേ, മണ്ടേല ജനിച്ച ദിവസമാണ്. അപ്പൊ ആ ഒരു ദിവസം നമ്മൾ എന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു? നെൽസൺ മണ്ടേല ഇന്റർനാഷണൽ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇതാരാണ് ഡിക്ലെയർ ചെയ്തത്? UN. 2009 UN ആണ് ഡിക്ലെയർ ചെയ്തത്. ഇനി മുതൽ നമുക്ക് ജൂലൈ 18 നെൽസൺ മണ്ടേലയുടെ ബർത്ത്ഡേ, ആ ദിവസം നമുക്ക് നെൽസൺ മണ്ടേല ഇന്റർനാഷണൽ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. അത് എന്താണ്? അദ്ദേഹത്തിനുള്ള ഒരു ട്രിബ്യൂട്ട് ആണ്. അദ്ദേഹം ഫ്രീഡം ഇല്ലേ, മനുഷ്യാവകാശത്തിനും സ്വാതന്ത്ര്യത്തിനും ഡെമോക്രസി ജനാധിപത്യത്തിനും എന്താണ് ഈ സമാധാനത്തിനും ഒക്കെ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത പ്രവർത്തികളുടെ ഫലമായിട്ട് അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ട്രിബ്യൂട്ടാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ ജൂലൈ 18 എന്ന് പറയുന്നത് നെൽസൺ മണ്ടേല ഇന്റർനാഷണൽ ഡേ ആയിട്ട് ആചരിക്കുന്നത്. On December 5, 2013, Nelson Mandela bid farewell to this
വേൾഡ്. അപ്പൊ എന്താണ് 2030 ഡിസംബർ 5 അദ്ദേഹം നമ്മുടെ ലോകത്തോട് വിട പറഞ്ഞു. ബട്ട് ഹി വിൽ ബി ഓൾവേസ് റിമെമ്പർഡ് ആസ് ദ ബ്രേവ് മാൻ ഹു സ്കെയിൽഡ് അപ്പാരത്തിൽ. അപ്പൊ എന്താണ് അദ്ദേഹം വിട പറഞ്ഞെങ്കിലും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹം എന്താണ് ഒരു ബ്രേവ് മാൻ തന്നെയാണ്. ഈ അപ്പാരത്തിൽ മൂവ്മെന്റ് ഇല്ലാതാക്കണേ, അപ്പാരത്തിൽ ഒരു വർഗ വിവേചനം ഇല്ലാതാക്കിയ ഒരു എന്താണ് ബ്രേവ് മാൻ എന്ന നമ്മുടെ എല്ലാ മനസ്സിലും അദ്ദേഹം എന്നും നിലകൊള്ളുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നെൽസൺ മണ്ടേല എന്ന ചാപ്റ്റർ നമ്മൾ എന്താണ് പറയുന്നത്? സൗത്ത് ആഫ്രിക്കയിലെ അപ്പാരത്തിൽ എന്ന് പറയുന്ന ആ ഒരു ഇത് ഇല്ലാതാക്കാൻ, ഒരു വർഗ വിവേചനം ഇല്ലാതാക്കാനായിട്ട് നെൽസൺ മണ്ടേല ചെയ്ത പ്രവർത്തനങ്ങളിൽ അതിന്റെ ഫലമായിട്ട് അദ്ദേഹം ഇംപ്രിസൺമെന്റ് ചെയ്യപ്പെടുകയും ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഇനി നോക്കിക്കേ, ചാപ്റ്റർ എക്സസൈസ് ഉണ്ട്. ഫസ്റ്റ് റീഡിംഗ് കോംപ്രഹെൻഷൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ. നെൽസൺ മണ്ടേല ബിലോങ് ടു ദിസ് ക്ലാൻ. ഏത് ക്ലാനിലാണ്, ഏത് വംശത്തിലാണ് നെൽസൺ മണ്ടേല ജനിച്ചത്? കോസ, ബന്തു, ടെമ്പു. നമ്മൾ പറഞ്ഞു ഏത് വംശത്തിലായിരുന്നു? ഏത് വംശത്തിൽ? നിങ്ങൾ പറഞ്ഞു തന്നെ ഏത് വംശത്തിൽ? ടെമ്പു വംശത്തിലായിരുന്നു ഇദ്ദേഹം ജനിച്ചത്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ സി, ടെമ്പു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പാരത്തൈഡ് മീൻസ് ദ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് സ്കിൻ കളർ, റിലീജിയൻ, ജെൻഡർ. അപ്പൊ അപ്പാരത്തൈഡ് എന്ന് പറയുന്നത് നമ്മൾ എന്തിന്റെയാണ്, എന്തിന്റെ ഡിസ്ക്രിമിനേഷൻ ആണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അപ്പാരത്തൈഡ് എന്ന് വെച്ചാൽ അപ്പാരത്തൈഡ് മീൻസ് ദ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് എന്തിന്റെ ഡിസ്ക്രിമിനേഷനാ? സ്കിൻ കളർ, റിലീജിയൻ, ജെൻഡർ. എന്തിന്റെ ഡിസ്ക്രിമിനേഷനാ? സ്കിൻ കളർ അല്ലേ, നമ്മുടെ തൊലിയുടെ നിറത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത് അല്ലേ, വേർതിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ എ, സ്കിൻ കളർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. മണ്ടേല ലെഫ്റ്റ് ഹിസ് ഹോം ഇല്ലേ, നമ്മൾ പറഞ്ഞു മണ്ടേല അദ്ദേഹത്തിന്റെ വീട് ഉപേക്ഷിച്ചു പോയി. അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ടു കംപ്ലീറ്റ് ഹിസ് ഹയർ എഡ്യൂക്കേഷൻ. അദ്ദേഹത്തിന്റെ ഹയർ എഡ്യൂക്കേഷൻ പൂർത്തിയാക്കാനായിട്ടായിരുന്നോ? അല്ല. പിന്നെ ടു വർക്ക് ആസ് എ നൈറ്റ് വാച്ച്മാൻ. ഒരു നൈറ്റ് വാച്ച്മാൻ ആയിട്ട് വർക്ക് ചെയ്യാനായിരുന്നോ? അല്ല. പിന്നെയോ ബിക്കോസ് ഹിസ് ഫാമിലി വാണ്ടഡ് ടു ഗെറ്റ് ഹിം മാരീഡ്. അദ്ദേഹത്തിന്റെ ഫാമിലി എന്ത് പറഞ്ഞു? അദ്ദേഹം ഇനി മാരേജ് കല്യാണം കഴിക്കാൻ പറഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? വീട് വിട്ട് പോയത്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ബിക്കോസ് ഹിസ് ഫാമിലി വാണ്ടഡ് ടു ഗെറ്റ് ഹിം മാരീഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെൽസൺ മണ്ടേല വാസ് ഇൻ പ്രിസൺ ഫോർ 10 years, 25 years, 27 years. നമ്മൾ പറഞ്ഞില്ലേ നെൽസൺ മണ്ടേല ഇംപ്രിസൺ ചെയ്യപ്പെടുന്നെങ്കിൽ ജയിലിൽ കിടന്നു എന്ന് പറഞ്ഞു. അപ്പൊ എത്ര വർഷമായിരുന്നു? 10 year ആണോ, 25 year ആണോ, 27 year ആണോ? എത്രയാണ്? ഓപ്ഷൻ സി, 27 year. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയത്. പാസേജ് ടോക്സ് അബൌട്ട്. ഈ ഒരു പാസേജ് ഫുൾ നമ്മളോട് എന്താണ് പറഞ്ഞത്? ദ അപ്പാരത്തൈഡ് മൂവ്മെന്റ്. അപ്പാരത്തൈഡ് മൂവ്മെന്റിനെ കുറിച്ചാണോ? നെൽസൺ മണ്ടേലാസ് കോൺട്രിബ്യൂഷൻ ടു ദ അപ്പാരത്തൈഡ് മൂവ്മെന്റ്. അപ്പാരത്തൈഡ് മൂവ്മെന്റിനോടുള്ള നെൽസൺ മണ്ടേലയുടെ കോൺട്രിബ്യൂഷൻ ആണോ ഈ ചാപ്റ്ററിൽ പറഞ്ഞത്? സൗത്ത് ആഫ്രിക്കൻ കൊളോണിയൽ റൂളിനെ കുറിച്ചാണോ പറഞ്ഞത്? ഏതാണ് ആൻസർ? ആൻസർ ബി, നെൽസൺ മണ്ടേല കോൺട്രിബ്യൂഷൻ ടു ദ അപ്പാരത്തൈഡ് അല്ലേ. നെൽസൺ മണ്ടേലയുടെ അപ്പാരത്തൈഡ് മൂവ്മെന്റിനുള്ള കോൺട്രിബ്യൂഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നോക്കിക്കേ, അടുത്തത് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഇൻ ഡീറ്റെയിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. വൈ വാസ് മണ്ടേല എക്സ്പെൽഡ് ഫ്രം ദ യൂണിവേഴ്സിറ്റി? യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മുടെ നെൽസൺ മണ്ടേലയെ എന്തിനായിരുന്നു എക്സ്പെൽ ചെയ്തതില്ലേ? നിർബന്ധിച്ച് വീട്ടിലേക്ക് പറഞ്ഞിട്ട് എന്തിനായിരുന്നു? ഡ്യൂ ടു ഹിസ് പാർട്ടിസിപ്പേഷൻ വിത്ത് അതർ ബ്ലാക്ക് ഇൻ ബോയ്കോട്ട് ആക്ടിവിറ്റീസ് എഗെയിൻസ്റ്റ് ദ യൂണിവേഴ്സിറ്റി പോളിസീസ്. അപ്പൊ എന്താണ്? യൂണിവേഴ്സിറ്റി പോളിസീസിനെതിരെ യൂണിവേഴ്സിറ്റി പോളിസീസ് മറ്റുള്ള ബ്ലാക്സ് ബോയ്കോട്ട് ചെയ്ത് പ്രവർത്തിച്ചപ്പോൾ അതിന് കൂടെ നമ്മുടെ നെൽസൺ മണ്ടേലയും ഒപ്പം ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ടാണ് നെൽസൺ മണ്ടേലയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡിഡ് എഡ്യൂക്കേഷൻ ഹെൽപ്പ് മണ്ടേല? മണ്ടേല എങ്ങനെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്തത്? നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ പാസേജിൽ എന്താ പറഞ്ഞത്? ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് ഹിസ് സ്റ്റഡി ഓഫ് ലോ നെൽസൺ കെയിം ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് മോർ ഇൻജസ്റ്റിസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ ദ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പൊ അദ്ദേഹത്തിന് എഡ്യൂക്കേഷൻ കിട്ടി, വിദ്യാഭ്യാസം കിട്ടി. അദ്ദേഹം എന്താണ് ലോ സ്റ്റഡി ചെയ്തില്ല, നിയമം പഠിച്ച സമയത്താണ് അദ്ദേഹത്തിന് മനസ്സിലായത് ബ്ലാക്സും വൈറ്റും തമ്മിൽ നിലനിൽക്കുന്ന ആ ഒരു ഇൻജസ്റ്റിസിനെ കുറിച്ചാലും ഡിസ്ക്രിമിനേഷനെ കുറിച്ചാലും കൂടുതൽ അദ്ദേഹത്തിന് മനസ്സിലായത് അദ്ദേഹത്തിന് വിദ്യാഭ്യാസം കിട്ടിയതിന് ശേഷമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് മണ്ടേല മീൻ ബൈ ബട്ട് ഇഫ് നീഡ് ബി ഇറ്റ് ഈസ് ആൻ ഐഡിയൽ ഫോർ വിച്ച് ഐ ആം പ്രിപ്പയർഡ്? അപ്പൊ എന്താ നമ്മൾ പറഞ്ഞ ആദ്യം തന്നെ ആദ്യത്തെ ഒരു സ്പീച്ചിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ പറഞ്ഞിട്ടില്ലേ? അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്? ബട്ട് ഇഫ് നീഡ് ബി ഇറ്റ് ഈസ് ആൻ ഐഡിയൽ ഫോർ വിച്ച് ഐ ആം പ്രിപ്പയർഡ് ടു ഡൈ. അപ്പൊ ഈ ഒരു വേർഡ്സിൽ നെൽസൺ മണ്ടേല ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്താ? നെൽസൺ ഹാഡ് ആൾവേസ് നർച്ചർഡ് എ ഗോൾ ഓഫ് എ സൊസൈറ്റി ഫ്രീ ഓഫ് ഡിസ്ക്രിമിനേഷൻ. അപ്പം wherein people can live in harmony. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു എന്താണ് ഒരു ഗോൾ ഉണ്ട് അല്ലേ, ഒരു ലക്ഷ്യമുണ്ട്. എന്താണ്? ഫ്രീ ഓഫ് ഡിസ്ക്രിമിനേഷൻ. സൊസൈറ്റിയെ എല്ലാ ഡിസ്ക്രിമിനേഷനിൽ നിന്ന് ഫ്രീ ആക്കുക, എല്ലാ ആൾക്കാരും ഒത്തൊരുമയോട് കൂടി താമസിക്കുന്ന ഒരു സൊസൈറ്റി. അതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. By the above words he mean that he would do everything to achieve his goal and if need be he is even prepared to
ഡൈ ഫോർ. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്താ കാണുന്നത്? ആ ഒരു ഗോൾ നേടിയെടുക്കാൻ ഞാൻ എന്ത് പ്രവർത്തനങ്ങളും അല്ലേ എന്ത് ആക്ടിവിറ്റീസും ചെയ്യാൻ തയ്യാറാണ്, എങ്ങനെയുള്ള ആ ഒരു ഗോള് നേടിയെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ മരിക്കാനും പ്രിപ്പയർ ആണ് അല്ലേ, ഞാൻ മരിക്കാനും തയ്യാറാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? നമ്മൾ 3 ക്വസ്റ്റ്യൻ ആൻസറും പഠിച്ചു. ഈ ടെക്സ്റ്റിന്റെ ഫ്രണ്ടിൽ പേജ് നമ്പർ 26 ഒരു ആക്ടിവിറ്റി ഉണ്ട്. നോക്കിക്കേ, read the statements given below and look at the pictures of great personalities that follow. Each of them is special because did something extraordinary. Write the number of the statement against the correct picture. You can also do your own research by searching the internet for information or readings about them. അപ്പോൾ എന്താണ് അതിൽ പറയുന്നത്? നമുക്കൊരു 6 എന്താണ് ഒരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ, നമ്പർ 1 2 3 4 5 6 ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് താഴെ ഒരു 6 ഫോട്ടോസും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഓരോ ഡിസ്ക്രിപ്ഷനും വായിച്ച് നോക്കിയിട്ട് അത് ആ ഏത് ഫോട്ടോയ്ക്കാണ് ആ ഡിസ്ക്രിപ്ഷൻ മാച്ച് ചെയ്ത് അവിടെ ആ ക്വസ്റ്റ്യന്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷന്റെ നമ്പർ നമ്മൾ ഇട്ടു കൊടുക്കണം. ആദ്യത്തെ നമുക്ക് നോക്കാം. ആദ്യത്തെ തന്നേക്കുന്ന ഏതാണ്? മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി ആ ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കിയിട്ട് മഹാത്മാഗാന്ധിക്ക് ചേരുന്ന ഡിസ്ക്രിപ്ഷൻ ഏതാണെന്ന് നോക്കിക്കേ. മൂന്നാമത്തതാണ്. He fought against the British using non-violence as his weapon and succeeded in bringing freedom to India. അപ്പോൾ ഗാന്ധിജിക്ക് ചേരുന്നത് ആ മൂന്നാമത്തെ ഡിസ്ക്രിമിനേഷൻ, തേർഡ് എടുക്കുന്ന ഡിസ്ക്രിമിനേഷൻ ആണ് ഗാന്ധിജിക്ക് ഷൂട്ട് ആവുന്നത്. എന്താണ്? He fought against the British using non-violence. അപ്പോൾ അദ്ദേഹം ബ്രിട്ടീഷുകാരോട് എങ്ങനെയാണ് ഫൈറ്റ് ചെയ്തത്? നോൺ വയലൻസ് എന്ന വെപ്പണിൽ, അക്രമരാഹിത്യം എന്ന വെപ്പൺ അല്ലെങ്കിൽ അഹിംസാ വെപ്പൺ യൂസ് ചെയ്തിട്ടാണ് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്തത്. അപ്പൊ ആ സക്സീഡ് ഇൻ ബ്രിങ്ങിങ് ഫ്രീഡം ടു ഇന്ത്യ, അത് അദ്ദേഹം എന്ത് ചെയ്യുകയും ചെയ്തു? വിജയിക്കുകയും ചെയ്തു. ഇന്ത്യക്ക് ഫ്രീഡം നേടിക്കൊടുക്കുന്നതിൽ അത് അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അപ്പൊ ഗാന്ധിജിയുടെ പിക്ചറിന് നേരെ നമ്മൾ ഏത് നമ്പർ ഇടാം? നമ്പർ 3. ക്ലിയർ ആയോ? ഇട്ടോ നിങ്ങള്? നെക്സ്റ്റ് നോക്കിക്കേ, അടുത്ത പിക്ചർ റോസ പാർക്സ് എന്ന് പറയുന്ന ഒരു വനിതയുടെ ആണ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന് സ്യൂട്ട് ആവുന്ന ഡിസ്ക്രിപ്ഷൻ ഏതാന്ന് നോക്കണം. ഏതാ? 4th, 4ാമത് കിടക്കുന്ന എന്താണ് ആ ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു എന്താണ് നമ്മൾ ആ ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയുടെ ഡിസ്ക്രിപ്ഷൻ ആണ് 4ാമത് കിടക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു പിക്ചറിന് നേരെ എന്തെഴുതണം? 4 എന്ന് എഴുതണം. 4 നോക്കിക്കേ. She was an ordinary woman in the US but got to be called the mother of the freedom movement. അപ്പൊ US-ലെ ഒരു സാധാരണക്കാരിയാണ് അല്ലേ, ഒരു ഓർഡിനറി വിമൻ ആയിരുന്നു നമ്മുടെ റോസ പാർക്സ്. പിന്നെന്താണ്? ദ മദർ ഓഫ് ദ ഫ്രീഡം മൂവ്മെന്റ് ആണ് നമ്മൾ അവരെ വിളിക്കുന്നത്. പിന്നെ she was one forced to give up her seat in a bus for a white man which prompted her to start her movement to fight for the rights of the Afro Americans. അപ്പൊ എന്താണ് ആ ഒരു വനിതയെ, ആ ഒരു വിമൻ, ആ ഒരു ഗ്രേറ്റ് വിമൻ അല്ലെങ്കിൽ എന്താണ് ഫ്രീഡം മൂവ്മെന്റ്, മദർ ഓഫ് ഫ്രീഡം മൂവ്മെന്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. എപ്പോഴാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്? അവരുടെ ഈ ഒരു മൂവ്മെന്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ എപ്പോഴാണ്? She was on forced to give up her seat in a bus for a white man. അപ്പൊ അവര് ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്താ അവരുടെ സീറ്റിന് ഒരു വൈറ്റ് മാന് വേണ്ടിയിട്ട് മാറി കൊടുക്കേണ്ടി വന്നു. അപ്പൊ ആ ഒരു സമയത്താണ് അത് വെച്ചിട്ടാണ് ആ ഒരു ഇൻസിഡന്റിലൂടെയാണ് അവര് ഈ ഒരു മൂവ്മെന്റിലേക്ക് ആഫ്രോ അമേരിക്കൻ ആൾക്കാരുടെ റൈറ്റ് അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു മൂവ്മെന്റിലേക്ക് സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു സംഭവത്തോട് കൂടിയാണ്. അപ്പം നമ്മുടെ റോസ പാർക്സിന് നേരെ ആ ഒരു ചിത്രത്തിന് നമ്മൾ ഏത് നമ്പർ യൂസ് ചെയ്യണം? നമ്പർ 4 ഇടണം. നെക്സ്റ്റ് തന്നേക്കുന്ന പിക്ചർ മാർട്ടിൻ ലൂതർ കിങ്. അദ്ദേഹത്തിന് ചേരുന്ന ഡിസ്ക്രിപ്ഷൻ ഇതിൽ ഏതാണ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഏതാന്ന് നോക്കണം. നോക്കിക്കേ, അദ്ദേഹത്തിന് ചേരുന്ന സ്റ്റേറ്റ്മെന്റ് നമ്പർ 6 ആണ്. He helped the blacks in USA to get the right to vote. അപ്പൊ എന്താണ്? USA-കാർക്ക് അവരുടെ വോട്ടവകാശം കിട്ടാനായിട്ടില്ലേ, അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത ആളാണ് മാർട്ടിൻ ലൂതർ കിങ്. He was an ardent follower of മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ ഒരു കടുത്ത അനുയായിയാണ് ഈ മാർട്ടിൻ ലൂതർ കിങ് എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ നമ്മള് മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ നേരെ ഏത് നമ്പർ ഇടാം? നമ്പർ 6. അടുത്ത നോക്കിക്കേ, ആങ് സാൻ സൂയി. അപ്പൊ ആങ് സാൻ സൂയിയുടെ നേരെ നമ്മൾ ഏത് നമ്പർ ഇടണം നോക്കേ? നമ്പർ 5th അല്ലേ, 5 ഇടണം. She was placed under house arrest for trying to restore democracy in Burma. അപ്പൊ ബർമയിലെ ഡെമോക്രസി, ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്തതിന്റെ ഫലമായിട്ട് ഹൗസ് അറസ്റ്റിലെ വീട്ടിൽ നിന്ന് ആക്കപ്പെട്ട വനിതയാണ് ആരെന്ന് പറയുന്നത്? ആങ് സാൻ സൂചി എന്ന് പറയുന്നത്. She has won a Nobel Peace Prize for his effort. അപ്പൊ അവരുടെ എഫേർട്ടിന്റെ ഫലമായിട്ട് അവർക്ക് ഒരു നോബൽ സമ്മാനം അല്ലേ, സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചു. അപ്പൊ ആങ് സാൻ സൂചിക്ക് നമ്മൾ ഏത് നമ്പർ ഇടണം? നമ്പർ 5 ഇടണം. അടുത്ത നോക്കിയ റാണി ലക്ഷ്മി ബായി.
അപ്പൊ അവർക്ക് നമ്മൾ ആ ഒരു മരുന്നേരെ നേരെ ആ പിക്ചറിന് നേരെ നമ്മൾ ഏത് നമ്പർ യൂസ് ചെയ്യണം? നമ്പർ സെക്കൻഡ്, നമ്പർ 2. നോക്കിക്കേ, എ ഫെയറി ക്യൂൻ ഓഫ് ജാൻസി ഷീ ഫോട്ട് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ 1857 ടു ഫ്രീ ഹർ കൺട്രി. അപ്പൊ അവരുടെ കൺട്രിക്ക് എന്താണ് ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് 1857 ബ്രിട്ടീഷുകാരോട് പോരാടിയ ഒരു ഫെയറി ക്യൂൻ ആരെന്ന് പറയുന്നത് റാണി ലക്ഷ്മിബായി അല്ലേ? ഫെയറി ക്യൂൻ ഓഫ് ജാൻസി ആര്? റാണി ലക്ഷ്മിബായി. അപ്പൊ നമ്മൾ ഏത് നമ്പർ ഇടാ പിക്ചറിന്റെ നേരെ? 2. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, പിക്ചർ എബ്രഹാം ലിങ്കന്റെ പിക്ചർ ആണ് തന്നേക്കുന്നത്. അത് നേരെ നമുക്ക് ഏത് സ്റ്റേറ്റ്മെന്റ് എഴുതാം? ഇനി ഒരെണ്ണല്ലേ ഉള്ളൂ. ഹി വാസ് ദ 16th president of USA. He brought an end to slave system preventing the country. അപ്പൊ USA 16th പ്രസിഡന്റ് ആണ് നമ്മുടെ എബ്രഹാം ലിങ്കൺ. അദ്ദേഹം എന്ത് ചെയ്തു? പ്രിവെന്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? അതായത് ആ ഒരു കൺട്രിയിൽ നിലനിന്ന സ്ലേവ് സിസ്റ്റത്തിലെ അടിമസമ്പ്രദായം ഇല്ലാതാക്കാനായിട്ട് ഇല്ലാതാക്കിയ ആളാണ് നമ്മുടെ എബ്രഹാം ലിങ്കൺ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മുടെ 3rd ചാപ്റ്ററും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് പഠിച്ച ചാപ്റ്റർ ഏതാണ്? നമുക്കിനി ഉടനെ തന്നെ എക്സാം കാണും. അപ്പൊ നമ്മള് 3 ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തില്ലേ? ദ ഫ്രോഗ് ആൻഡ് ദ നൈറ്റിംഗേൾ. പിന്നെ ഏതാണ് സെക്കൻഡ് ചാപ്റ്റർ? സെക്കൻഡ് ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? ദ ലെജൻഡ് ഓഫ് ദ 4 ഡ്രാഗൺസ്. ഇപ്പൊ 3rd ചാപ്റ്റർ നെൽസൺ മണ്ടേല. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തില്ലേ? റീഡിംഗ് കോംപ്രഹെൻഷൻ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് അല്ലെ? സൂട്ടബിൾ ആയിട്ടുള്ള നമ്മൾ ടിക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് പഠിച്ചായിരുന്നു അല്ലേ? അതിൽ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ പഠിച്ചു? 5 ക്വസ്റ്റ്യൻ പഠിച്ചു. പിന്നെ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ, ദ നൈറ്റിംഗേൾ ഹാഡ് ഗ്രേറ്റ് ടാലന്റ്, അതൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ആൻഡ് വോയിസ് she did not succeed in life, why do you think he failed? അപ്പൊ അതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? നമ്മുടെ നൈറ്റിംഗേൾ നല്ല കഴിവുള്ള പക്ഷിയായിരുന്നിട്ട് പോലും ജീവിതത്തിൽ വിജയിക്കാൻ സാധിച്ചില്ല. അതിന്റെ കാരണങ്ങൾ എന്താണ്? ഇപ്പം നമ്മുടെ തവള മാത്രമാണ് ആ ഭൂമിയിൽ എന്തായത്? ബാക്കി ലാസ്റ്റ് തവള മാത്രമേ ആയുള്ളൂ അല്ലേ ജീവിച്ചിരിക്കുന്നുള്ളൂ. അതായത് നല്ല പാടാൻ കഴിവുള്ളത് തവള തന്നെ വിചാരിക്കുന്നു ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ ആ ഒരു ആധിപത്യം സ്ഥാപിച്ചെടുത്തു തവള. അപ്പം അതിന് തവള ചെയ്ത മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയല്ലേ? അതിലേക്ക് വിജയിക്കാൻ തവള കണ്ടെത്തിയ മാർഗം എന്തൊക്കെയാണ്? ഇതൊക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ സ്റ്റഡി ചെയ്തായിരുന്നു. പോയറ്റിക് ഡിവൈസസ് നമ്മൾ പഠിച്ചു. ആലിട്രേഷൻ, ഒനോമറ്റോപ്പിയ, പെർസോണിഫിക്കേഷൻ. പിന്നെ നമ്മൾ എന്താ സ്റ്റാർട്ട് ചെയ്യുന്ന നെക്സ്റ്റ് ചാപ്റ്റർ ദ ലെജൻഡ് ഓഫ് ദ 4 ഡ്രാഗൺസ് പഠിച്ചു. അത് നമ്മൾ 4 ഡ്രാഗൺസ് അല്ലേ? യെല്ലോ, പേൾ, എന്തൊക്കെയായിരുന്നു? യെല്ലോ, പേൾ. പിന്നെ നമ്മൾ കുറെ 4 പേര് പഠിച്ചായിരുന്നു അല്ലേ? യെല്ലോ, ബ്ലാക്ക്, പേള്, ലോങ്. ആ 4 ഡ്രാഗൺസും പിന്നീട് 4 റിബറായിട്ട് മാറിയ കഥയാണ് നമ്മൾ ആ ഒരു ഇതിൽ പഠിച്ചത്. അതിൽ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് പഠിച്ചു ഇല്ലേ? ആദ്യം എന്തായിരുന്നു? നമ്മൾ കറക്റ്റ് ടിക്ക് ചെയ്യാനുള്ളതാണ് നമ്മൾ 4 ക്വസ്റ്റ്യൻ പഠിച്ചു. അതിനുശേഷം നെയിം ദ 4 ഡ്രാഗൺസ്, ആ 4 ഡ്രാഗൺസിന്റെ പേര്, അത് എവിടെയാണ് ജീവിച്ചത് ഇല്ലേ? അവരുടെ ജോബ് എന്താണ്? പിന്നെ ആരെയാണ് മാരേജ് ചെയ്തത്? അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഇല്ലേ? സെറ്റ് എയും ബിയും ക്വസ്റ്റ്യൻസ് നമ്മൾ ബിയും സിയും ക്വസ്റ്റ്യൻസ് നമ്മൾ സ്റ്റഡി ചെയ്തു. പിന്നെ നമ്മൾ പ്രിഫിക്സ് എന്തായിരുന്നു, സഫിക്സ് എന്തായിരുന്നു, അതിനനുസരിച്ച് കുറെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു ഇല്ലേ? ഹോംവർക്കായിട്ട് കുറെ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തു. പിന്നെ ഇന്ന് നമ്മൾ സ്റ്റഡി ചെയ്ത ഏത് ചാപ്റ്ററാണ്? നെൽസൺ മണ്ടേല. അതിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ സ്റ്റഡി ചെയ്തു. അപ്പൊ ഈ 3 ചാപ്റ്ററിലെയും എല്ലാ ക്വസ്റ്റ്യൻസും എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ സ്റ്റഡി ചെയ്യുക അല്ലെ? 3 ചാപ്റ്റർ നല്ല വൃത്തിയായിട്ട് പഠിച്ച് അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം ബൈഹാർട്ട് ചെയ്ത് വെക്കുക. നല്ല രീതിയിൽ എക്സാം എഴുതുക. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ ആൻസർ അല്ലേ? ഈ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ടീച്ചർ വീഡിയോയുടെ ബാക്കിൽ ഉൾപ്പെടുത്തിയേക്കാം. നോട്ട്സ് എഴുതുക. എഴുതിയിട്ട് ന്യൂ വേർഡ്സ് എഴുതണം. എഴുതിയിട്ട് അതിന്റെ മീനിങ്ങും ടീച്ചറിന് പഠിച്ച് വോയിസ് മെസ്സേജ് ഇടുക. നോട്ടും അയച്ചു തരണം. അതുപോലെ തന്നെ നമ്മൾ നമ്മളെ സോഷ്യൽ സയൻസിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ പഠിച്ചായിരുന്നു അല്ലേ? 3ാമത്തെ ചാപ്റ്റർ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചായിരുന്നു. അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസിനെ ടീച്ചർ അന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ. അപ്പൊ അതിന്റെ ബാലൻസ് ക്വസ്റ്റ്യനും കൂടെ ടീച്ചർ ഈ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്തേക്കാം. എല്ലാവരും നോട്ട്സ് കറക്റ്റ് ആയിട്ട് എഴുതുക. ടീച്ചറിന് മെസ്സേജ് ചെയ്യുക. ഓക്കെ, നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Did you get ready in the dark or something? 'Cause you look like a beautiful nightmare. Don't you know? Don't judge me. I just wish he knew. Good morning all of you. Good morning. Okay. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടൊക്കെ ഇരിക്കല്ലേ?
കുറച്ച് നേരം കമ്പ്യൂട്ടർ പഠിക്കാം. എല്ലാവരും പേജ് നമ്പർ 18 എടുത്തേ. കമ്പ്യൂട്ടർ ടെക്സ്റ്റ് പേജ് നമ്പർ 18 എടുത്തേ. എല്ലാവരും 18 എടുത്തോ? ഓക്കെ. Define target. Use of the define targets. Define target എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർവചിക്കുന്ന ടാർഗറ്റുകൾ. Define target എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർവചിക്കുന്ന ടാർഗറ്റുകൾ. Using the define targets. In the define targets, procedures define the targets for deploying the files and folders, operations, configuration. Using the define target procedure, define the target for deploying the files and folders, operation, configuration. Okay. Use of the define target procedures, define the targets of deploying the files and folders, operations, configuration. Okay. നിർവചിക്കുന്ന ടാർഗറ്റുകൾ നടപടിക്രമം ഉപയോഗിച്ച് ലക്ഷ്യം നിർവചിക്കുന്ന ടാർഗറ്റുകൾ എന്ത് ചെയ്യുന്നു? നടപടിക്രമം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ലക്ഷ്യം നിർവചിക്കുന്നു. ഫയല്, ഫോൾഡേഴ്സ്, ഓപ്പറേഷൻ, കോൺഫിഗറേഷൻ വിന്യസിക്കുന്നതിനുള്ള ലക്ഷ്യങ്ങൾ നിർവചിക്കുന്നു. ഫയലും ഫോൾഡേഴ്സും ഒക്കെ എന്താ? ഓപ്പറേഷൻ, കോൺഫിഗറേഷൻ വിന്യസിക്കുന്നതിനുള്ള ലക്ഷ്യങ്ങൾ നിർവചിക്കുന്നു. ഫയലുകളും ഫോൾഡറുകളൊക്കെ എന്താണ്? ഓപ്പറേഷൻ, കോൺഫിഗറേഷൻ വിന്യസിക്കുന്നതിനുള്ള ലക്ഷ്യങ്ങൾ നിർവചിക്കുന്നു. അതായത് നിർവചിക്കുന്ന ടാർഗറ്റുകൾ എന്ന് വെച്ചാൽ നിർവചിക്കുന്ന ടാർഗറ്റുകൾ നടപടിക്രമം ഉപയോഗിച്ച് ലക്ഷ്യം എന്ത് ചെയ്യുന്നു? നിർവചിക്കുന്നു. ഫയലുകളും ഫോൾഡറുകളും എന്താ? ഓപ്പറേഷൻ, കോൺഫിഗറേഷൻ വിന്യസിക്കുന്നതിനുള്ള ലക്ഷ്യം നിർവചിക്കുന്നു. അടുത്തത് ഡിപ്ലോയ് കോൺഫിഗറേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാല് കോൺഫിഗറേഷൻ. Click the deploy button to deploy the defined files and folders, operation, configurations, the defined targets. The configuration will take the effect during the next system startup. To save the configurations as draft, click Save as Draft. Click the deploy button to deploy the defined files and folders, operation, configuration, the defined targets. The configuration will take effect during the next system startup. To save the configuration as draft, click Save as Draft. Click the deploy button to deploy the defined files and folders, operation, configurations, the defined targets. The configurations will take effect during the next system startup. To save the configuration as draft, click Save as Draft. കോൺഫിഗറേഷൻ വിന്യസിക്കുന്ന അല്ലെങ്കിൽ നിർവചിച്ച ടാർഗറ്റുകളിൽ നിർവചിച്ച ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ, ഓപ്പറേഷൻ, കോൺഫിഗറേഷൻ വിന്യസിക്കുന്നതിന് ഡെപ്ലോയ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്താ? കോൺഫിഗറേഷൻ വിന്യസിക്കുന്ന നിർവചിക്കുന്ന ടാർഗറ്റുകൾ നിർവചിച്ച ഫയല് അല്ലെങ്കിൽ എന്താ ഫോൾഡർ, ഓപ്പറേഷൻ, കോൺഫിഗറേഷൻ വിന്യസിക്കുന്നതിന് വേണ്ടിയിട്ട് ഡെപ്ലോയ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കോൺഫിഗറേഷൻ വിന്യസിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഡെപ്ലോയ് ബട്ടൺ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. കോൺഫിഗറേഷൻ വിന്യസിക്കുന്നതിന് വേണ്ടിയിട്ട് ഡെപ്ലോയ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത സിസ്റ്റം സ്റ്റാർട്ടപ്പ് സമയത്ത് എന്താ? അടുത്ത സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കോൺഫിഗറേഷൻ പ്രാബല്യത്തിൽ വരും. കോൺഫിഗറേഷൻ വിന്യസിക്കുന്ന സമയത്ത് ഡെപ്ലോയ് ബട്ടൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അടുത്ത സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ? കോൺഫിഗറേഷൻ പ്രാബല്യത്തിൽ വരും. പിന്നെ കോൺഫിഗറേഷൻ ഡ്രാഫ്റ്റ് ആയി സംരക്ഷിക്കാൻ എന്ത് ചെയ്യാം? ക്ലിക്ക് ചെയ്യാം. കോൺഫിഗറേഷൻ ഡ്രാഫ്റ്റ് ആയി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? സേവ് ആസ് ഡ്രാഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. കോൺഫിഗറേഷൻ ഡ്രാഫ്റ്റ് ആയിട്ട് സംരക്ഷിക്കുന്നതിന് സേവ് ആസ് ഡ്രാഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. കോൺഫിഗറേഷൻ വിന്യസിക്കുന്നതിന് നിർവചിച്ച ടാർഗറ്റുകൾ എന്താ? ഫയൽ, ഫോൾഡർ, ഓപ്പറേഷൻ, കോൺഫിഗറേഷൻ വിന്യസിക്കുന്നതിന് ഡെപ്ലോയ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡെപ്ലോയ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കോൺഫിഗറേഷൻ വിന്യസിക്കും. പിന്നെ എന്താ? അടുത്ത സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് കോൺഫിഗറേഷൻ ബട്ടൺ എന്ത് ചെയ്യും? പ്രാബല്യത്തിൽ വരും. അതിനുശേഷം എന്ത് ചെയ്യും? കോൺഫിഗറേഷൻ ഡ്രാഫ്റ്റ് സംരക്ഷിക്കുന്നതിന് എന്ത് ചെയ്യുക? സേവ് ആസ് ഡ്രാഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. കോൺഫിഗറേഷൻ
ഡ്രാഫ്റ്റിൽ സംരക്ഷിക്കുന്നതിന് സേവ് ആസ് ഡ്രാഫ്റ്റ് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. Start menu. The start menu and the start button are used interface elements used in the later version of the Microsoft Windows operation system, and in the same Windows managers. The start button provides a central launching point for application and task. The start menu and start button are user interface elements used in the later version of the Microsoft Windows operation system and the same Excel window managers. The start button provides a central launching point for application and task. The start menu and the start button are used in the interface element used in the later version of the Microsoft Windows operating system and in same Windows managers. അതായത് start menu start button Microsoft Windows ഓപ്പറേറ്റിംഗ് നിങ്ങളുടെ പിന്നീടുള്ള പതിപ്പുകളിൽ ചില എക്സ്വിൻഡോ മാനേജ്മെന്റിൽ ഉപയോഗിക്കുന്ന യൂസർ ഇന്റർഫേസ് ഘടകങ്ങളാണ്. സ്റ്റാർട്ട് മെനു ബട്ടണും എന്താ മൈക്രോസോഫ്റ്റ് ബട്ടണും പിന്നെന്താ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും പിന്നീടുള്ള പതിപ്പുകളും ഒക്കെ ചില എക്സ്വിൻഡോ മാനേജർമാരുടെ ഉപയോഗിക്കുന്ന യൂസർ ഇന്റർഫേസ് ഘടകങ്ങളാണ്. ചില എക്സ്വിൻഡോ മാനേജർമാർ ഉപയോഗിക്കുന്ന ഇന്റർഫേസ് ഘടകങ്ങളാണ് ഏതെന്ന് പറയുന്നത് സ്റ്റാർട്ട് മെനു, പിന്നെന്താ സ്റ്റാർട്ട് ബട്ടൺ, മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ എന്താണ് ചില ഓപ്പറേറ്റിംഗ് എന്നിവയെല്ലാം ചില എക്സ്വിൻഡോ മാനേജ്മെന്റിൽ ഉപയോഗിക്കുന്ന എന്താ ഇന്റർഫേസ് ഘടകങ്ങളാണ്. എക്സ്വിൻഡോ മാനേജ്മെന്റിൽ ഉപയോഗിക്കുന്ന ഇന്റർഫേസ് ഘടകങ്ങളാണ് ഏതൊക്കെ സ്റ്റാർട്ട് മെനു, പിന്നെന്താ സ്റ്റാർട്ട് ബട്ടൺ, പിന്നെന്താ മൈക്രോസോഫ്റ്റ് ബട്ടൺ, മൈക്രോസോഫ്റ്റ് വിൻഡോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലേ. The start button provides a central launching point for application and task. അതായത് സ്റ്റാർട്ട് ബട്ടൺ ആപ്ലിക്കേഷൻ ടാസ്കുകളുമായി ഒരു ലോജിക് പോയിന്റ് നൽകുന്നു. സ്റ്റാർട്ട് ബട്ടൺ ആപ്ലിക്കേഷൻ ടാസ്കുകളുമായി എന്താ ഒരു ലോജിക് പോയിന്റ് നൽകുന്നു. സ്റ്റാർട്ട് ബട്ടൺ എന്ത് ചെയ്യുന്നു, ആപ്ലിക്കേഷൻ പോയിന്റുകളുമായിട്ട് എന്താ ഒരു ലോജിക് പോയിന്റ് നൽകുന്നു. സ്റ്റാർട്ട് ബട്ടൺ ആപ്ലിക്കേഷൻ ടാസ്കുകളുമായിട്ട് എന്ത് ചെയ്യുന്നു ഒരു ലോജിക് പോയിന്റ് നൽകുന്നു. സ്റ്റാർട്ട് ബട്ടൺ ആപ്ലിക്കേഷൻ ടാസ്കുകളുമായിട്ട് എന്ത് ചെയ്യുന്നു ഒരു ലോജിക് പോയിന്റ് നൽകുന്നു. നോക്കിക്കേ സ്റ്റാർട്ട് ബട്ടണില് ഓൾ പ്രോഗ്രാംസ് പിന്നെ എന്ത് ചെയ്യുന്നു ഗ്ലോബൽ ഡെസ്ക്ടോപ്പ് അങ്ങനെ ഓരോ ഫംഗ്ഷൻസ് എന്ത് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് ഓൾ പ്രോഗ്രാംസ് എടുത്തിട്ട് ഓരോരോ പ്രോഗ്രാംസ് എന്ത് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്തു. അതായത് സ്റ്റാർട്ട് ബട്ടൺ ആപ്ലിക്കേഷൻ ടാസ്കുകളുമായി ഒരു ലോജിക് പോയിന്റ് ഇത് ചെയ്യുന്നു നൽകുന്നു. നോക്കിക്കേ fill in the blanks. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ dash is the virtual components of a system software in a computer system. Dash is the virtual components of the system software in a computer system. Is a virtual components of a system software in a computer system. അതായത് കമ്പ്യൂട്ടർ സിസ്റ്റം സോഫ്റ്റ്വെയറിലെ ഒരു പ്രധാന ഘടകമാണ് ഓപ്പറേഷൻ സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്? It is a virtual components of the system software in computer system. Operating system a virtual components of the system software in a computer system. അടുത്ത രണ്ടാമത്തെ നോക്കിയേ dash programs require an operating system to function. Dash programs require an operating system to function. ഏതാണ്? ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്. ഏത് പ്രോഗ്രാംസ് ആണ്? ആപ്ലിക്കേഷൻ പ്രോഗ്രാം require an operating system to function. Application 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 പ്രോഗ്രാമുകൾ എന്താ
എന്താ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവശ്യമാണ്. ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് റിക്വയർ ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു ഫംഗ്ഷൻ. അടുത്ത നോക്കിക്കേ, ഇൻ ജനറൽ ദ ബൗണ്ടറി ബിറ്റ്വീൻ ഡാഷ് ആൻഡ് ഡാഷ് ട്രാൻസ്പെറന്റ് ടു ദ യൂസർ. In general, the boundary between the dash and dash is transparent to the user. ഏതാ ഒരു പൊതുവെ ഉപഭോക്താവ് സുതാര്യമായ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും തമ്മിലുള്ള അതിർത്തി. അതായത് അവരുടെ ആൻസർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. Hardware, HARDWAR, hardware and software, SOFTWAR, software, hardware and software. And to copy files and folders, select the dash tab. To copy files and folders, select the dash tab. Copy files and folders, select the dash tab. ഏതാണ് അപ്പോൾ ഫയലുകളും ഫോൾഡറുകളും പകർത്താൻ ഏത് ടാബാണ് വരുന്നത്? കോപ്പി ടാബ്. ഏത് ടാബാണ് തിരഞ്ഞെടുക്കുന്നത്? ഫയലുകളും ഫോൾഡറുകളും തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഡാഷ് ടാബ് തിരഞ്ഞെടുക്കുന്നത്. ഏത് ടാബാണ്? കോപ്പി ടാബ്. കോപ്പി ടാബ്. അടുത്തത് the start menu and start buttons are dash elements used in the later version of the Microsoft Windows operating system. The start menu and start buttons are elements used in the later version of the Microsoft Windows operating system. അതായത് സ്റ്റാർട്ട് മെനുവും സ്റ്റാർട്ട് ബട്ടണും എന്താ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പിന്നീടുള്ള പതിപ്പുകളുടെ ഉപയോഗത്തിലുള്ള ഘടകമാണ്. അവിടെ എന്താ വരുന്നത്? യൂസർ ഇന്റർഫേസ്. അവർക്ക് ആൻസർ എന്താണ്? യൂസർ ഇന്റർഫേസ്. യൂസർ ഇന്റർഫേസ്. ഓക്കെ, ഫസ്റ്റത്തെ ആൻസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, രണ്ടാമത്തത് ആപ്ലിക്കേഷൻ, മൂന്നാമത്തത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ, നാലാമത്തത് കോപ്പി, അഞ്ചാമത്തത് യൂസർ ഇന്റർഫേസ്. ഓക്കെ, ഇപ്പൊ പഠിപ്പിച്ച fill in the blanks എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, എന്റെ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? 5 times നമ്മൾ ചെയ്ത് പഠിക്കണം. ചെയ്ത് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? ടീച്ചർക്ക് അതിന്റെ ഫോട്ടോ എടുത്ത് ഇട്ട് തരണം കേട്ടോ. അപ്പൊ ടീച്ചർ പഠിക്കുന്നത് fill in the blanks എന്ത് ചെയ്യുക? 5 times ചെയ്ത് പഠിക്കുക. എഴുതി പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? അതിന്റെ ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് ഇട്ട് തരണം. ഓക്കെ, താങ്ക് യു.